ഹലോ, ഞങ്ങൾ ഇന്നൊരു ചിക്കൻ കറിയാണ് വെക്കണത്. ഒരു 1.5 കിലോനോളമുള്ള ചിക്കൻ. അപ്പോൾ കറി വെക്കുന്നത് ഹസ്ബൻഡാണ്, കൂടെ ഹെൽപ്പിനാണ് ഞാൻ നിൽക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പനെ കാണിക്കടി. നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് എണ്ണയിലേക്ക്. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് കറിവേപ്പില ഇട്ടതിന് ശേഷം എത്ര സവാളയാണ്? 2 സവാള, പച്ചമുളക്, എരിവെള്ള പച്ചമുളക് 3 എണ്ണം, 2 സവാള. ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി വെക്കുന്നുണ്ട്. കടുക് അടിയിലേക്കാണ് ഇല്ലായിരുന്നു. അപ്പൊ അതിലേക്ക് ഉള്ളിയും ഇട്ട് കൊടുത്ത്. എന്തോരം ഉള്ളി ഉണ്ടായിരുന്നു? 1 പിടി ഉള്ളി. അപ്പോൾ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കടുക്, കറിവേപ്പില ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. 5 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 5 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, എരിവെള്ള മുളകാണ് 3 എണ്ണം, അല്ലാതെ 5 എണ്ണം. ഉപ്പിടണ്ടല്ലോ. ആവശ്യത്തിന് വേണ്ട ഉപ്പും ഇടണം. അപ്പൊ നമുക്ക് പെട്ടെന്ന് വാടിക്കിട്ടാനായിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. സവാള എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് വാട്ടിയതിന് ശേഷം പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. രണ്ടര സ്പൂൺ കാശ്മീർ ചില്ലിപ്പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി. എന്താ വേണം? അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി എല്ലാത്തിൻ്റെയും പാകം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എഴുതിയിടാവുന്നതാണ്. പിന്നെ കാശ്മീരി മുളക് പൊടി, ലാസ്റ്റ് കുരുമുളക് പൊടി. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. എണ്ണ വേണം. ഒരു മിനിറ്റ് മൂടി വെക്കണം. ഒന്നര തക്കാളി. നമ്മളൊരു 1.5 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇട്ടോട്ടെ. ഏതാണ്? ചെറിയ സ്പൂൺ. അപ്പം മസാലയ്ക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വാടിയിട്ടുണ്ട്. തക്കാളിയും ഇതായി മെൽട്ടായി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിക്കില്ല. വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിൻ്റെ ടേസ്റ്റ് പോകും.
പിന്നെ നോക്കാം, ഏ നോക്കിയിട്ട് പറയാം. ഇതെന്താ എത്ര നേരം ഇങ്ങനെ വെക്കും? ഈ ചെറുതിയിൽ ഈ സാധനം ഇങ്ങനെ കിടക്കും. എത്ര നേരം? കിടക്കം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിങ്ങനെ ചെറുതിയിൽ കിടക്കും. ചിക്കൻ കറി ഈ കാല് എന്നെ നോക്കും. 2 കാല്, ഒരു കാലം എനിക്ക്, ഒരു കാലം സാധനം. ഇതൊരു 15 മിനിറ്റോളം ഇതേപോലെ അങ്ങോട്ട് വേവിക്കുക. അതിനുശേഷം ഇറച്ചി ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ വേഗന വരെ ഇടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ചൂടാക്കാൻ നോക്കട്ടെ. അഥവാ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഇറക്കാം. വെള്ളം വെക്കട്ടെ ഇപ്പം? ആ വെള്ളം വെച്ചു. ഇല്ല, ഇത് ഇങ്ങനെ വേകാനുള്ള വെള്ളം ഇതിൻ്റെ അകത്തുണ്ട്. അടുക്കി പിടിക്കുന്നോർത്ത് പേടിക്കണ്ട, ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഒഴിച്ചോട്ടെ? ഒത്തിരി ചാറ് വേണ്ട ഏട്ടായി. തീ കൂട്ടുന്നുണ്ടേ? തീ കൂട്ടണം. ഇത്രയും ചാറ് മതിയോ? ഇത്രയും ചാറ് മതിയോ? ചാറ് ഒരുപാട് വേണ്ടല്ലോ. മതി മതി. എന്താ ഉപ്പിടണ? ഓക്കെ, എടുത്തോടി. എന്താ മതിയല്ലോ. വേഗട്ടെ. തീ കുറച്ചോട്ടെ? ഇല്ല, ആയിരുന്നോട്ടെ. ഞങ്ങളുടെ ചിക്കൻ കറി അത്യാവശ്യം ഒന്ന് നന്നായി തിളച്ച് കുറുകിയിട്ടുണ്ട്. ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒത്തിരി ചാറൊന്നും ആക്കിയില്ല, കുറച്ച് കുറുകി എടുക്കുന്ന ആ ഒരു ടൈപ്പിൽ തന്നെയാണ് എടുത്തേക്കണത്. ചിക്കനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കഴിഞ്ഞോ? നമുക്ക് മൂടിയൊക്കെ ഓഫ് ചെയ്തേക്കാം. ഓഫ് ചെയ്യുക, മൂടിയൊക്കെ ഒരു 2 മിനിറ്റ്. ഇത് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഡെസേർട്ടാണ്, ഇന്നലെ ഉണ്ടാക്കിയത്. ഞാനധികം മധുരം കഴിക്കില്ല കേട്ടോ, ഞാൻ എൻ്റെ ആരോഗ്യം നോക്കും. ഞാൻ ആദ്യം മധുരമൊന്നും കഴിക്കില്ല, ഞാൻ എൻ്റെ ആരോഗ്യം ഭയങ്കരമായിട്ട് നോക്കുന്ന ആളാണ്. ഇടയ്ക്ക് ഇതേപോലത്തെ കുറേ നോക്കാം. അതെ, ഒട്ടും ഞാൻ മധുരം കഴിക്കാറില്ലേ. ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ നല്ല അടിപ്പൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയേക്കണത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ബൈ.